ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതിക്കൂട്ടിൽ നിർത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും. ആഗോള അയ്യപ്പ സംഗമ സമയത്തെ വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ആരോപിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ ബെനാമി എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. ആഗോള അയ്യപ്പ സംഗമ സമയത്തുണ്ടായ വിവാദം പരിപാടിയുടെ ശോഭ കെടുത്താൻ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്ന സംശയമാണ് സർക്കാരിന്. ഹൈക്കോടതിയിൽ സമഗ്രാന്വേഷണം ആവശ്യപ്പെടാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കണമെങ്കിൽ ഇതിനെല്ലാം സംബന്ധിച്ചൊരു സമഗ്രമായ അന്വേഷണം വേണം. 99 മുതൽ ഇപ്പോൾ 2025 വരെയുള്ള കാര്യങ്ങൾ ഈ അന്വേഷണ പരിധിയിൽ വരട്ടെ. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്നും സ്പോൺസറെക്കുറിച്ച് അന്വേഷിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പിന്നെ ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? എന്താണ് ഈ സ്പോൺസർക്ക് ഉള്ള പ്രത്യേകത? എല്ലാ ദേവസ്വം ബോർഡുകളിലുള്ള സ്പോൺസർമാരെ കുറിച്ച് കൂടി അന്വേഷിക്കണം. അതേസമയം വിവാദങ്ങളിൽ വിശദീകരണവുമായി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ രംഗത്തെത്തി. ദേവസ്വം മാനുവൽ ലംഘിച്ചുവെന്ന ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ കെ അനന്തഗോപന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് എ പത്മകുമാർ പറഞ്ഞു. അന്നത്തെ ബോർഡിന്റെ തീരുമാനം, എന്റെ കൈപ്പടയിൽ എഴുതിയ തീരുമാനം അവിടെ നന്നായിട്ട് കിടപ്പുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കട്ടെ. മുൻ ദേവസ്വം മന്ത്രി ജി സുധാകരന്റെ പരാമർശത്തെ പരോക്ഷമായി പത്മകുമാർ വിമർശിച്ചു. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.